അപ്പം നമ്മൾ ചിക്കൻ വാങ്ങാൻ പോവാണ്. ചിക്കൻ പൊരിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മളെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ വണ്ടീനെ കാണിച്ചു തരാം ഗൈസ്. അതാണ് നമ്മളെ വണ്ടിക്കാരൻ അച്ചുവിനെ കാണാം. പിന്നെ അച്ചുവാണ്. അപ്പം ഗൈസ് നമ്മൾ ചിക്കൻ വാങ്ങാൻ പോണ്. വീട്ടിൽ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. പറക്കുന്നു നമ്മൾ പറക്കും തളിക പറന്ന് നമ്മൾ പോകുന്നു. നമ്മളെ പോത്തും കുട്ടി അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ചുതാട്ടനാണ് വണ്ടി എടുക്കാൻ പോണേ. ചിക്കൻ വാങ്ങാനാണ് പോണേ. ആകെ ഇളക്കി മറിഞ്ഞു പോകും. മുമ്പിലൊരു ഓട്ടോറിക്ഷ മീൻ വണ്ടിയാണ്. വളവ് കളിച്ചു. ഈ അച്ചുതാട്ടന് എന്ത് പറ്റി? ഇങ്ങനൊക്കെ വളയാൻ എന്ത് പറ്റി? എത്താനായിട്ടുണ്ട്. എൻ്റെ വണ്ടി ഡ്രൈവർ പ്രാർത്ഥിക്കുന്നു. അപ്പം ഗായ്സ് ഇതാണ് നമ്മളെ കോഴിക്കൾ. അങ്ങനെ കോഴിക്കള എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോൾ. ഞാൻ കാണിച്ചാൽ ഈ മുഴക്കലൊക്കെ ചാച്ചു. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ അപ്പം നമുക്ക് ഫ്രൈ അടിക്കണം. അപ്പൊ ഗായ്സ് കുട്ടികൾ കളിക്കുന്നു. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മളെ ചിക്കൻ ഫ്രൈ അടിക്കാൻ പോകും. എവിടെ ഓട്ടുണ്ട് അതുകൊണ്ട് നല്ല കനം ഗായ്സ്. ഇതാ വില. അപ്പൊ ഗായ്സ് നമ്മൾ അടുക്കളയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഏയ് ക്യാമറമാൻ അല്ല ക്യാമറമാനെ എന്നെ ചിക്കൻ വറക്കണ ആളും ഞാൻ തന്നെ. അപ്പൊ ഗായ്സ് നമ്മൾ ചിക്കൻ കഴിക്കാൻ പോവുകയാണ്. ആദ്യം ചിക്കൻ നല്ല കഴിക്കണം ഗായ്സ്. അതിനുള്ളതൊക്കെ പോയിട്ട് നമുക്ക് ഫ്രഷ് ഇതിലിട്ടാണ് വറുക്കാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കട്ടിംഗ് ബോർഡാണ് ഇതൊക്കെ. അപ്പോൾ ഗായ്സ് സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഇതാക്കി ഇതൊക്കെ തൊളിച്ചാണ്ട് നമ്മൾ എന്താ പറയുക സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഗായ്സ് ഉള്ളി അരിയാൻ പോവുകയാണ് നമ്മൾ. അങ്ങനെ തോന്നി.
അപ്പം ഗൈസ് ഈ അച്ചുതാട്ടിന് ഉള്ളി അരിയാന്ന് വെച്ചല്ലോ നല്ല മണം എനിക്ക് കണ്ണിലാണെങ്കിൽ വെള്ളം വന്നിട്ടയ്യ. നല്ല നീളത്തിൽ അരിയുണ്ട്. സ്പീഡ് അറിയേ തന്നെ. ഇനി അടുത്ത ഉള്ളി തന്നെ വട്ടനായോ. ഉരുളക്കിഴങ്ങാണ് അടുത്ത് അരിയാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് നിന്റെ അങ്ങനെയാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ തക്കാളിയാണ് അരിയാൻ പോണേ. തക്കാളി കുട്ട ചായ കുടി തക്കാളി വരികയും ഇപ്പം തക്കാളി അരിഞ്ഞ് കഴിഞ്ഞു. ഇതാണ് ഗൈസ് ചതക്കാനുള്ള മുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പം നമുക്ക് ജാറിലേക്ക് ഇടാം. ജാറിലേക്ക് ഇട്ടു. അപ്പം ഗൈസ് മിക്സിയിൽ ജാറുണ്ട് അടിക്കാൻ പോകുന്നു. അരച്ചിട്ടുണ്ട്, നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് അടുപ്പത്ത് ചട്ടി വെച്ചാൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ പാരാം. ഇപ്പോൾ ഗായ്സ് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും ഇതൊക്കെ ഇട്ടാം. ഉള്ളി ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ഉള്ളി ഇട്ട് കഴിയാനായിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കണം. അപ്പൊ ഗായ്സ് അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ രണ്ടാളാണ് അടുക്കളയിൽ. ഞങ്ങൾ ഞങ്ങൾ മാത്രമേ അടുക്കളയിലൊക്കെ ഉള്ളൂ. രണ്ടാമത്തെ ഏട്ടൻ അവിടെ കടക്കാണ്. അല്ല അവന് ഇതാണ് ഗൈസ്. ഭയന്ന് വന്നാണ്. ഇനി തക്കാളി ഇടണം. ഇപ്പൊ തക്കാളി ഇടാൻ പോവാണ്. തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി നല്ല ഇളക്കി കൊടുക്കാം. അപ്പൊ ഗായ്സ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാണ്. ഇട്. ഇട്ടിട്ടുണ്ട്. നല്ല ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ.
മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1.5 അല്ല 1/2. ചിക്കൻ മസാല 1.5 ടീസ്പൂൺ. ഞാൻ ഇളക്കി കൊടുക്കണം, നല്ല ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഉപ്പും കൂടി ഇട്ടാൽ ചിക്കനുള്ള കറി സെറ്റപ്പ് ആവും. 1.5 മിനിറ്റായി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കാം. നല്ല ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഉരുളക്കിഴങ്ങ് ഇട്ടുണ്ട് നമ്മൾ ആ ചിക്കന്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം, ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം, നല്ല പിടിക്കുള്ളായിരുന്നു നമുക്ക്. നല്ല ഇളക്കി കൊടുക്കണം, നല്ല പിടിക്കുള്ളൂ. പിടിച്ച സെറ്റപ്പ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇളക്കുക. നല്ല ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടി വെക്കണം കേട്ടോ. ഇനി കുറച്ച് നേരം മൂടി വയ്ക്കുക. അപ്പോൾ മൂടി വയ്ക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ല പൊന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിച്ചപ്പും കരിവേപ്പില ചേർക്കാം. മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്, കരിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കരിവേപ്പിലേക്ക് എന്താണെന്ന് പറയുക?